ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുരുഷനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എസ്പെഷ്യലി നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനോട് ഇതൊരിക്കലും പറയരുത്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ കുറയാനുള്ള ചാൻസും ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു ആഗ്രഹമാവാം, ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ, അത് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുകയാണ് എടുത്ത വഴിക്ക് നിങ്ങളെയും കൊണ്ട് അതൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ ജോബിൻ്റെ കാര്യമായിക്കോട്ടെ, ഞാൻ ആ ജോലി ഒന്ന് ട്രൈ ചെയ്താലോ, നിങ്ങളെയും കൊണ്ട് അത് പറ്റത്തില്ല. ആ ബിസിനസ് ഒന്ന് ചെയ്താലോ, നിങ്ങളെ കൊണ്ടൊന്നും അത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുക. അത് സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, അത് ആരോ ആയിക്കോട്ടെ, ഒരു പുരുഷനോട് നിനക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാക്ക് പറയുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ആ വ്യക്തി എന്താണോ ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ വ്യക്തിക്കേ അറിയുള്ളൂ. ആ വ്യക്തിയുടെ ബിലീഫ് സിസ്റ്റം എന്താണെന്നുള്ളത് ആ വ്യക്തിക്കേ അറിയുള്ളൂ. നമ്മൾ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് ആ വ്യക്തിയുടെ കോൺഫിഡൻസിനെ തകർക്കരുത് എന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. സോ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വേർഡാണ്. നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു സ്ത്രീയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു പുരുഷനോടും നിന്നെ കൊണ്ട് അത് പറ്റില്ല, എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ പറയാതിരിക്കുക പ്ലീസ്. ഓക്കെ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക പാസ്റ്റിൽ. അപ്പോൾ ആ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറയാം, അവനായിരുന്നെങ്കിൽ എന്നെ യാത്രയൊക്കെ കൊണ്ടുപോകുമായിരുന്നു, അവൻ്റെ കൂടെ ആകുമ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു, അവൻ എനിക്ക് അത് വാങ്ങിച്ചു തരുമായിരുന്നു, ഇത് വാങ്ങിച്ചു തരുമായിരുന്നു. ഇങ്ങനെ എക്സ് ഇന്നത് ചെയ്യുമായിരുന്നു, ഇന്നത് ചെയ്തു തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോക്കുകൾ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രസൻറ്റിലുള്ള ആൾക്ക് തീരെ ഇതൊന്നും ഇഷ്ടപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല. സോ അങ്ങനെ എക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ചില സന്ദർഭത്തിലെങ്കിലും നിങ്ങൾ ചോദിക്കാറുണ്ടോ, നീ ഒരാണാണോ, ഒരാണ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാം. അതൊരു പക്ഷേ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് എഴുതിയിട്ട് ഒന്ന് കാമാവുന്നതാവും. അപ്പോൾ ഒന്ന് കാമാവുമ്പോൾ അവിടെ നീ എന്താ റിയാക്ട് ചെയ്യാവുന്നത്, നീ എന്താ അവിടെ ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യം ചെയ്യുക, നീ ആണാണോ എന്നൊക്കെ, ആ ആണത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. പുരുഷന്മാരോട് അങ്ങനെ സംസാരിക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം അത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഇൻസൾട്ടിങ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, മറ്റുള്ള പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുക, നിനക്ക് അവനെ പോലെ ആയിക്കൂടെ, എൻ്റെ ഡാഡിയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെ കണ്ടുപിടിക്കുക, അവരൊക്കെ ചെയ്യുന്നത് പോലെ നിനക്കും ചെയ്തുകൂടെ, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ. എല്ലാ വ്യക്തികളും യുണീക്കാണ്. ഓരോ വ്യക്തികളുടെയും ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, കഴിവുകൾ ഒക്കെ യുണീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ മറ്റുള്ള പുരുഷന്മാരെ കമ്പയർ ചെയ്തുകൊണ്ട് ഉള്ള സംസാരം നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു പുരുഷനോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം സ്ത്രീകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, പുരുഷന്മാരാണ് കാണുന്നതെങ്കിൽ. ഇപ്പം ഞാൻ ടോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാം. ഇനി യോജിക്കുന്നില്ലെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്